ഇപ്പം നമ്മളിവിടെ കടുമധുര പായസം ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി വെള്ളം വെച്ചു. അപ്പോൾ അരി കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരി വെന്ത് വരട്ടെ. നന്നായി വെന്ത് ഉടയാൻ പറ്റില്ല കേട്ടോ, ഒരു പാകത്തിന് വേവാനേ പാടുള്ളൂ. ഞങ്ങളിവിടെ ഏത് പായസം വയ്ക്കുമ്പോഴും ഒരു കദളിപ്പഴം ഇടാറുണ്ട്. അത് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കദളിപ്പഴം ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാകത്തിന് വെന്ത് കഴിയുമ്പം നമ്മൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ശർക്കര, പൊടിച്ച ശർക്കരയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര ഇട്ട ശേഷം നന്നായിട്ട് കുറുക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്കപ്പൊടിയും ചേർത്താം.